നമ്മുടെ വി ഡി സതീശൻ അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റിൽ അദ്ദേഹം ഏറ്റവും ഉദാരമനസ്കനായി കാരുണ്യമയനായിട്ട് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനമാണ് എനിക്കിന്നെൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാനുള്ളത്. അത് വീര്യം കുറഞ്ഞ മദ്യത്തിന് അദ്ദേഹം നികുതി കുറച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കേരളത്തിൽ നേരത്തെ വീര്യം കൂടിയ മദ്യം എന്ന് പറയുന്നത്, അതിൻ്റെ ആൽക്കഹോൾ എന്ന് പറയുന്നത് 42.86% അപ്പോൾ അതിന് 255% ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടാതെ ബിയറുകൾക്ക് 6% ആൽക്കഹോൾ ഉണ്ടായിരുന്നുള്ളൂ, അതിന് 116% ടാക്സ്. പിന്നെ വൈൻ, അത് വളരെ കുറഞ്ഞ ആൽക്കഹോളും ചിലത് 15% വരെയൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ പോലും 86% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ വീര്യം കൂടിയ മദ്യത്തിൻ്റെ കാര്യത്തിൽ വീണ്ടും ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി വി ഡി സതീശൻ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങളുടെ വീര്യത്തിനനുസരിച്ച് ടാക്സിൻ്റെ വീര്യവും കൂടും എന്നുള്ളതാണ് അദ്ദേഹം ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ 0.5 to 10% വരെ 140% വരുന്നത്. കൂടാതെ 10 മുതൽ 20% വരെ 175% വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആലോചനകൾ LDF സർക്കാരിൻ്റെ കാര്യത്ത് തന്നെ നടന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അന്നേരം വി ഡി സതീശൻ പതിവ് പോലെ തന്നെ വളരെ കൃത്യമായിട്ടൊന്നൊരു കാര്യം പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ കോടികളുടെ മദ്യം ഒഴുക്കാനുള്ള പരിപാടി നടത്തും, അതുപോലെ അവരുടെ കയ്യിൽ നിന്ന് കോടികൾ മേടിക്കാനുള്ള പരിപാടിയും നടത്തും. അതുകൊണ്ട് എത്ര കിട്ടി എന്നുള്ളതാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അത് നടപ്പിലാക്കിയില്ല. പിണറായി സർക്കാർ അത് നടപ്പിലാക്കിയില്ല. ഇപ്പോൾ ഇത് നടപ്പിലാക്കുമ്പോൾ കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വരാൻ പോകുന്ന ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത്, ഏറ്റവും കുറഞ്ഞത് ഒരു 600 കോടി രൂപയും മാക്സിമം എന്നുണ്ടെങ്കിൽ ഒരു 1000 കോടി രൂപയും പെർ ഇയർ നഷ്ടം വരും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ നഷ്ടം വന്നാൽ പോലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5000 കോടിയിലേ ആകെ നഷ്ടം വരുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഇതിനു വേണ്ടി ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് ബെക്കാഡി എന്ന് പറയുന്ന ഒരു 200-ലധികം ബ്രാൻഡുകളുള്ള 170ഓളം രാജ്യങ്ങളിൽ വിൽക്കുന്ന ഒരു പാവം പിടിച്ച കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയോട് അദ്ദേഹത്തിന് വലിയ അലിവുണ്ടായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മദ്യത്തിൻ്റെ ടാക്സ് കുറക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ചിലരൊക്കെ പറയുന്നത് ടാക്സ് കുറക്കുന്നില്ല, പകരം പുതിയൊരു മേഖലയിലേക്ക് വരുമ്പോൾ അവർക്കുള്ളൊരു ടാക്സ് ഫിക്സ് ചെയ്യാണ് സംഭവിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ അദ്ദേഹം സാറ്റലൈറ്റുകളൊക്കെ നിർമ്മിച്ച് 5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സാറ്റലൈറ്റുകളൊക്കെ നിർമ്മിച്ച് ആകാശത്തേക്ക് വിക്ഷേപണം ചെയ്യുമെന്നാണ് പറയുന്നത്. 5 കോടി രൂപയ്ക്ക് ഒരു വെടിക്കെട്ട് നടത്താം എന്നുള്ളതല്ലാതെ സാറ്റലൈറ്റ് ഒന്നും നിക്ഷേപിക്കാൻ വഴിയില്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ. അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിലൊരു വരുമാന നഷ്ടം ഉണ്ടാകുമെന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഇത് ഒരു റെഡി ടു ഡ്രിങ്ക് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് നേരത്തെ പറഞ്ഞ ബെക്കാഡിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിൽ ചില കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട് ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ, അതിലേക്ക് വരാം. ഇതിൽ ഒന്ന് വരുമാന നഷ്ടം ഗവൺമെൻറ്റിനുണ്ടാവും. അത് ഞാൻ പറഞ്ഞല്ലോ, 5000 കോടി രൂപയല്ലേ, അത് പോട്ടെ എന്ന് വിചാരിക്കാം, പാവപ്പെട്ട ബെക്കാഡിനെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ. രണ്ടാമത്തത് ഒരു റെഡി ടു ഡ്രിങ്ക് ആണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിനി വെള്ളമോ അല്ലെങ്കിൽ കൊക്കോ കോളയോ പെപ്സിയോ ഐസോ ഒന്നും അന്വേഷിച്ച് വരുന്ന സമയം കളയേണ്ട, നേരെ മേടിക്കുക, ഒറ്റയടിക്ക് എന്ത് ചെയ്യുക, കുടിക്കുക. നമ്മൾ ബിയറൊക്കെ കുടിക്കുന്ന പോലെ തന്നെ കുടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ചും കൂടി വീര്യവും കിട്ടും. കാരണം 0.5 to 10%, 10 to 20% വരെയുള്ള സാധനങ്ങൾ അവൈലബിൾ ആകും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കുടിക്കാം. അതുകൊണ്ട് മദ്യപിക്കുന്നവർക്കൊക്കെ വളരെയധികം സന്തോഷിക്കാം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, പെട്രോൾ ഡീസൽ വിലയുടെ നികുതി കുറച്ചോ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് എന്തെങ്കിലും മറ്റേ DA കുടിശ്ശിക വിസ്മയം ഉണ്ടാകുമോ എന്ന് പറഞ്ഞത് നടന്നു, അല്ലെങ്കിൽ പെൻഷൻ കൂട്ടിയോ എന്നുള്ളതൊക്കെ ചോദിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ അർജൻറ്റായിട്ടുള്ള കാര്യങ്ങളല്ല. ഏറ്റവും അർജൻറ്റായിട്ടുള്ള കാര്യം ഇതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം 5 വർഷം കൊണ്ട് ഏതാണ്ട് 5000 കോടി രൂപ നഷ്ടം വരുന്നൊരു പരിപാടിയാണ് ഈ ചെയ്തേക്കണത്. പണ്ട് നമുക്കറിയാം 1996 ഏപ്രിൽ 1 ഇതുപോലെ തന്നെ ചാരായം നിരോധിച്ചിട്ടുണ്ട് കാനഡ സർക്കാർ. വിപ്ലവകരമായിട്ടുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് ബാറുകളുടെ എണ്ണം കുത്തനെ കൂടുകയും അവരുടെ കച്ചവടം വർദ്ധിക്കുകയും ചെയ്തു എന്നുള്ളത് മാത്രമാണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. പണ്ടും ഇതുപോലെയുള്ള ദയവൊക്കെ തന്നെ നമ്മുടെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. അന്ന് പക്ഷേ ഉമ്മൻചാണ്ടിയും കെ.ബാബുവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടിയും കെ.ബാബുവും ഒക്കെ ഭരിക്കുന്ന സമയത്ത് അന്ന് അതിൻ്റെ സെക്രട്ടറി അദ്ദേഹത്തിന് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. സെക്രട്ടറി ആയിട്ടുള്ള അജിത്ത് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാൻ കാര്യം അനിൽ സേവ്യർ എന്ന് പറയുന്ന എക്സൈസ് കമ്മീഷണറാണ്. കാരണം ഈ ലൈസൻസ് ഫീ 25 ലക്ഷം രൂപയാക്കണം ബാറുകളുടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു നിർദ്ദേശം കൊടുത്തത്. 22 ലക്ഷം ആയിരുന്നു അത് 25 ആക്കണം എന്ന് പറഞ്ഞു. പക്ഷേ കെ.ബാബുവിന് വലിയ മനസ്സലിവ് തോന്നി. കാരണം അദ്ദേഹത്തിനും ഉമ്മൻചാണ്ടിക്കും ഒക്കെ വിശാല ഹൃദയരാണ്. അവർക്ക് തോന്നി ഈ പാവപ്പെട്ട ബാർ മുതലാളിമാരെ നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് തോന്നിയിട്ട് അദ്ദേഹം വെറും 23 ലക്ഷം രൂപ അതാക്കി കൊടുത്തു. 25 ആക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അപ്പോൾ അങ്ങനെ വലിയ തോതിലുള്ള സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടാകുന്നു. ഇനി മദ്യത്തിൻ്റെ അളവ് കൂടും, ലഭ്യത കൂടും, ഐസും വെള്ളവും വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ക്ലീനായിട്ട് അങ്ങനെ കഴിക്കാം. അതിനിപ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ മേടിച്ച് സുലഭമായിട്ട് നമുക്ക് കഴിക്കാം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, സർക്കാരിന് ഒരു 5000 കോടി രൂപയുടെ നഷ്ടമുണ്ടാകും എന്നുള്ളതാണ്. അതൊന്നും കുഴപ്പമില്ലാത്ത കാര്യമാണ്. പാവപ്പെട്ട നമ്മുടെ ബെക്കാഡി കമ്പനിയെ നമ്മളൊന്ന് പരിപോഷിപ്പിക്കണം. ഈ ബെക്കാഡി കമ്പനി എന്ന് പറയുന്നത് 1862 ക്യൂബയിൽ തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഫാക്കുൻഡോ ബെക്കാഡി എന്ന് പറയുന്ന ഒരാളാണ് തുടങ്ങിയിട്ടുള്ളത്. അദ്ദേഹം 200-ലധികം ബ്രാൻഡുകളാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത്. യഥാർത്ഥത്തിൽ അവരുടെ ഒരു ഹെഡ് ഓഫീസ് ഇവർ സ്പാനിഷ് ആയിട്ടുള്ള ആളുകളാണ്, പക്ഷെ അവരവിടെയാണ് തുടങ്ങിയിട്ടുള്ളത് കമ്പനി. അവരുടെ വലിയ തോതിൽ അവർക്ക് 8000-ലധികം ഇപ്പോൾ ജീവനക്കാരുണ്ട്. അതുപോലെ തന്നെ ഏഴാമത്തെ ജനറേഷനിലാണ് 170ഓളം കൺട്രികളിലാണ് അവരിപ്പോൾ വിൽപ്പന നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചെറിയ ഗ്രൂപ്പാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ ഇന്ത്യൻ CEO എന്ന് പറയുന്നത് മഹേഷ് മാധവനാണ്. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വി ഡി സതീശനെ കണ്ടിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയമുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു രാമയ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. പിന്നെ SP ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് MBAക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള കാര്യവും കഴിഞ്ഞിട്ടുള്ളതാണ്. മറ്റു പല കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹം 2017 സെപ്റ്റംബർ 30 മൈക്ക് ഡോളൻഡിൻ്റെ അടുത്ത ആളായിട്ട് വീണ്ടും ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, അതുപോലെ തന്നെ ആഫ്രിക്ക, ഇവിടെയൊക്കെ പല പ്രസിഡൻ്റായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ചെന്നൈക്കാരനാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വേരുകൾ എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ കണ്ണൂരിൽ നിന്നാണ്. പക്ഷേ അദ്ദേഹം ജനിച്ചതും വളർന്നതുമൊക്കെ മുംബൈയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ പാവപ്പെട്ട സാധാരണ ഒരു കമ്പനിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ നേരത്തെ തന്നെ LDF ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്തിരുന്നതാണ്. പക്ഷേ LDF ഗവൺമെൻറ് അത് ചെയ്തു കൊടുത്തില്ല. അപ്പോൾ ഉദാരമനസ്കരായിട്ടുള്ള VD സതീശൻ അത് ചെയ്തു കൊടുത്തിരിക്കുന്നു. ഈ കമ്പനിയുടെ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കൊല്ലം 2025 $4.6 ബില്യൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 43,000 കോടി രൂപയിലധികമാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. അങ്ങനെയുള്ള വെറും പാവപ്പെട്ട കമ്പനിയാണ്. പക്ഷെ അവർക്ക് ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവർ നോർത്ത് അമേരിക്കയിൽ അവരുടെ സെയിൽസിലൊരു ചെറിയ കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കുറവുകളൊക്കെ തന്നെ പരിഹരിക്കാൻ അവർ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലാണെങ്കിൽ അവരുടെ സെയിൽ വളരെയധികം കൂടിയിട്ടുണ്ടായിരുന്നു. കാരണം 3,570 കോടി രൂപയുടെ സെയിലാണ് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ആ 3,570 കോടി രൂപയുടെ സെയിൽ ഇത്തവണ കഴിഞ്ഞ ഓരോ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 7% ഒരു ആവറേജ് ഗ്രോത്ത് റേറ്റ് അവർക്ക് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ CEO ആണ് നേരത്തെ ഞാൻ പറഞ്ഞ മഹേഷ് മാധവൻ. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള വാക്ക് എന്താണെങ്കിലും നമുക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ല. ബാക്കി നാട്ടുകാർക്ക് കൊടുക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയൊക്കെ പതുക്കെ പാലിച്ചാലും മതി, അതിലൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ആകെ നടപ്പിലാക്കിയേക്കുന്നത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, അതും KSRTCകളിൽ. അങ്ങനെ പ്രഖ്യാപിച്ചതിൻ്റെ അന്ന് രാത്രി തന്നെ മിക്കവാറും ബസ്സുകളിലൊക്കെ തന്നെ ഓർഡിനറി ബസ്സുകളുടെ സൈഡിൽ സിറ്റി ഫാസ്റ്റ് എന്ന് പറഞ്ഞ് മറ്റേ സ്റ്റിക്കർ ഒട്ടിച്ച് കൊണ്ട് ഒരു അഭ്യാസ പ്രകടനവും കൂടി നമ്മൾ കാണിച്ചിരുന്നു എന്നുള്ളത് മറന്നു പോകരുത്. അപ്പോൾ എന്താണെങ്കിലും ശരി, ഈ പറയുന്ന വെറും 43,000 കോടിയുള്ള ഈ പറയുന്ന അവരുടെ കുടുംബക്കാർക്ക്, അതൊരു ഫാമിലി ഓൺഡ് ബിസിനസ്സാണ്, അവരുടെ ബെക്കാഡിയുടെ കുടുംബക്കാർക്കും അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനിയെ നയിക്കുന്ന മഹേഷ് മാധവനുമൊക്കെ തന്നെ വലിയ ഉയർച്ചകൾ ഉണ്ടാവട്ടെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഇത്ര വലിയ കരുതലോടുകൂടിയുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. നേരത്തെയും UDF ഗവൺമെൻറ്റുകൾ 25 ലക്ഷം രൂപ ആക്കേണ്ടിയിരുന്ന പണം പക്ഷേ 23 ലക്ഷമാക്കി പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും കഷ്ടത്തിൽ നിൽക്കുന്ന ബാർ മുതലാളിമാരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഇപ്പോൾ VD സതീശൻ അതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് വലിയ കമ്പനികളെ തന്നെ സഹായിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ വിശാല ഹൃദയമാണ് കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഓർത്തിരിക്കുന്നത് പ്രത്യേകം നല്ലതായിരിക്കും. LDFകാരും CPMകാരും ഒന്നും ഇതിനെ എതിർക്കാൻ പോകേണ്ടതില്ല. കാരണം ഈ കമ്പനി യഥാർത്ഥത്തിൽ തുടങ്ങിയേക്കുന്നത് ക്യൂബയിലാണ് എന്നുള്ളത് കൂടി നമ്മൾ പ്രത്യേകം ഓർക്കണം എന്നുള്ളതാണ്. ഫിഡൽ കാസ്ട്രോയുടെയൊക്കെ ക്യൂബയിലാണ്. അതുകൊണ്ട് അവരൊക്കെ എന്ത് ചെയ്യട്ടെ, കഞ്ഞി കുടിച്ച് പോട്ടെ എന്നുള്ളത് മാത്രമേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും അതുപോലെ തന്നെ CPMൻ്റെ സഖാക്കളും ഒക്കെ തന്നെ വിചാരിക്കാനുള്ളൂ. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവർക്ക് വലിയ തോതിൽ ആഹ്ലാദിക്കാം. കാരണം ഇനി മുതൽ വെള്ളവും ഐസും അതുപോലെ നമ്മുടെ കൊക്കോകോളയും പെപ്സിയൊന്നും അന്വേഷിച്ച് നടക്കണ്ട. കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടാ അത് നടക്കണ്ട. പകരം ഇത് റെഡി ടു ഡ്രിങ്ക് ആണ്. സോ ഡോണ്ട് വറി, എവറിത്തിങ് വിൽ ബി ഹാപ്പി, എവരി വൺ വിൽ ബി ഹാപ്പി. ഒരു കാര്യമില്ല. സോ എവറിത്തിങ് വിൽ ബി ഓക്കെ. എല്ലാം വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകും. മറന്നു പോകരുത്, ഇത് ഈ പറയുന്ന പോലെ ഒരു പുതുയുഗമാണ്.